ഹലോ ഗായ്സ്, പ്ലിക്വലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാണുന്നത് പറഞ്ഞാൽ മൂവി റിവ്യൂ ആണ് ഗൈസ്. നമ്മൾ മൂവി റിവ്യൂ ചെയ്യുന്ന സിനിമയുടെ പേരെന്ന് പറഞ്ഞാൽ ധീരനാണ് ഗൈസ്. രാജേഷ് മാധവ് അഭിനയിച്ച. ഡയറക്ടറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ദേവദത്ത് ഷാജി എന്നാണ്. പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിരിക്കുന്ന ബെല്ലിലേക്കോടെ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു സാധനം മേടിച്ചിട്ടുണ്ട്, നമുക്കത് കാണിക്കാം. വേറൊന്നല്ല, മൈക്കാട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോയിലൊക്കെ വരുമ്പോൾ മൈക്ക് സെറ്റ് ചെയ്യണമെന്ന്. നമുക്കൊന്ന് മൈക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന മൈക്കിലൂടെയാണ് ഗൈസ്. ശബ്ദം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് കേൾക്കുമോ അറിയില്ല ഗൈസ്. നമുക്ക് എന്നാൽ മൂവി റിവ്യൂ ചെയ്യാം ഗൈസ്. ഞാൻ ഇത് ഇന്നലെയാണ് കണ്ടത്. ഇത് ജൂലൈ 4 ഇറങ്ങി. ഇന്നലെ കണ്ട സിനിമയാണ്. രാത്രിയിൽ നൈറ്റ് ഷോയ്ക്കാണ് പോയത്. ഒരു ഫാമിലി ജേർണർ പോലെയാണ്. രസമുണ്ട്. ഇത് ഒരു ഫീരു ധീരനാവുന്നൊരു കഥ പോലെയാണ്. പറഞ്ഞാൽ 12ാമത്തെ വയസ്സിൽ ഒരു ധീരത കാണിക്കുമ്പോൾ 30ാമത്തെ വയസ്സിൽ അത് ഫീരുമായിട്ട് മാറിയിട്ട് വീണ്ടും ധീരനാവുന്നൊരു കഥയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട്. കണ്ടിരിക്കാൻ നൈസാണ്. ഇതിനകത്ത് മെയിൻ ലീഡായിട്ട് വരുന്ന രാജേഷ് മാധവാണ്. സ്കോർ ചെയ്ത് മനോജ് കെയാണ്. അത് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് മനോജ് കെ അഭിനയിച്ചാണ്. പിന്നെ ജയനുണ്ട്, പിന്നെ വിനീത് രാധാകൃഷ്ണനുണ്ട്, പിന്നെ സുധീഷ് ഉണ്ട്, പിന്നെ സിദ്ധാർത്ഥ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്. ജഗദീഷ് ഉണ്ട്, കുറച്ച് പേരുണ്ട്. എനിക്കാകെ അറിയാവുന്ന ഈ മനോജ് കെനൊക്കെ ആയിരുന്നു. പിന്നെ ജഗദീഷും നൈസാണ്, പക്ഷേ പുള്ളി പവറായിട്ടില്ല, അങ്ങനെ വേണം പറയാം. പക്ഷെ മനോജ് കെൻ നൈസായിരുന്നു. പക്ഷേ അവസാനം എത്തിയപ്പോൾ മനോജ് കെൻ്റെ കയ്യിൽ നിന്ന് പോയി. പറഞ്ഞാൽ അവസാനം ഒരു ബോറ് പോലെ ആണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ജഗതി എന്ന് പറഞ്ഞാൽ പുള്ളിയാണെങ്കിൽ ഇങ്ങനെ ചത്തി ചമഞ്ഞിരിക്കുന്ന പോലെയാണ് പുള്ളി അതിനകത്ത് അഭിനയിക്കും. ഇതിനകത്ത് വില്ലന്മാരുണ്ട്. വില്ലനെയൊക്കെ നൈസായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വില്ലന്മാരുണ്ട്. ഫസ്റ്റിലത്തെ വില്ലൻ ഒരു അത്രകട നടത്തുന്നൊരു വില്ലാണ്. പിന്നെ ഒരു മാസ് വില്ലൻ, പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ മറ്റേ പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല. അവർ 2 മാസമായിരുന്നു. പിന്നെ അവസാനം അവർ ഒരു ഇച്ചിരി കുറവായിരുന്നു. മറ്റേ അത്രകാരെ എല്ലാ വേറെ സീനൊന്നുമില്ല. പക്ഷെ മറ്റേ പുള്ളി ഭയങ്കര മാസമായിരുന്നു, നൈസായിരുന്നു. പിന്നെ രാജേഷ് മാധവൻ്റെ കൂടെ നിൽക്കുന്നൊരു കൂട്ടുകാരുണ്ട്. അവനെ ഓക്കെ, ബെറ്റർ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. പിന്നെ ഇതിനകത്ത് ഹീറോയിൻ എന്ന് പറയുമ്പോൾ വലിയ റോളൊന്നുമില്ല. വരുന്നു, ഫീസ് കാണിക്കുന്നു, 2-3 ഡയലോഗ് കഴിയുന്നു, പോകുന്നു. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും. ചില സമയത്ത് ചത്തിക്കുമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കി എല്ലാവരും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. 2018 സിനിമയിൽ അഭിനയിച്ച ഒരു പുള്ളിയാണ്. അതിനകത്ത് പുള്ളി ഇതിനകത്തൊരു മാമന റോളിൽ വരുന്നുണ്ട്. പിന്നെ ആ പുള്ളിയുടെ ചേട്ടനായിട്ട് വേറൊരു പുള്ളി വരുന്നുണ്ട്. അവരുടെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നിങ്ങൾ ഇനി നിങ്ങൾ മൂവി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ 2 പേരും നൈസായിരുന്നു. എന്നാലും മറ്റേ ചെറിയൊരു പുള്ളിയായിരുന്നു, ഒരു കഷണ്ടി വെള്ളിയിരിക്കുന്ന ആ പുള്ളിയായിരുന്നു നല്ലതായിട്ട് സ്കോർ ചെയ്ത്. നല്ല കോമഡി, തമാശ എല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം നോക്കുവാണെങ്കിൽ ഒരു ഫാമിലി ഫീൽ കൂട്ട് പടമാണ്. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല. ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. ഇനി നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഏറ്റവും വലിയ